വളർത്തുന്നതാണെങ്കിലും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകലിൽ എത്ര പേര് വിശ്വസിക്കുന്നു? ആ വായികളെ തുറന്ന് ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു ഉറപ്പോടെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. കർത്താവേ, ആർക്കും ചെയ്യാൻ പറ്റാത്തത്, ആർക്കും ചെയ്യാൻ പറ്റാത്തത്, ആർക്കും ചെയ്യാൻ പറ്റാത്ത, ആരെയും കൊണ്ടും സാധിക്കാത്ത കാര്യങ്ങൾ എൻ്റെ കർത്താവിനെ കൊണ്ട് സാധിക്കുമെന്ന് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ എനിക്ക് ചാടാൻ കഴിയാൻ പറ്റാത്ത മതിലുകൾ ചാടിക്കടക്കും. എൻ്റെ പ്രശ്നങ്ങൾ മല പോലെ എത്ര ഉയർന്നു നിന്നാലും അതിനെ മറികടക്കാനുള്ള ആത്മബലം കർത്താവ് എൻ്റെ മേൽ പകരുമെന്ന് ഉറപ്പുള്ളവർ ഇന്ന് പകലിൽ മൗനമായിരിക്കാതെ വായികളെ തുറന്ന് അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ. ഓ റബശാരാദ റഖബബബബബബ റിബന ബല 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 ശംദരാധികന ബല റബന ബല 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 ശേരാദ റഖബബബ മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ 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 യേശു നിന്നെ വിളിക്കുന്നു, കടന്നുവാ കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ചേർന്നൊന്ന് പറയോ, മാറിടാത്ത മാറിടാത്ത യേശുനാഥൻ, യേശുനാഥൻ മാറ്റും നിന്റെ വേദന വേദന പാപത്താലും ഓ പാപത്താലും രോഗത്താലും നീ കലങ്ങിടേണ്ട, കലങ്ങിടേണ്ട, കടന്നുവാ 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 കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നുവാ ഓ കടന്നുവാ കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ലോകത്തിൻ ഭാരം, ലോകത്തിൻ യേശുവിങ്കൽ നീ, യേശുവിങ്കൽ നീ കടന്നുവാ കടന്നുവാ. തളർന്ന നിന്റെ അന്തരാത്മ, തളർന്ന നിൻ ഓ അന്തരാത്മ ക്ലേശം നീക്കും, ക്ലേശം
കടന്നു വാ, കടന്നു വാ. ഓ കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ, യേശു നിന്നെ വിളിക്കുന്നു, വിളിക്കുന്നു. കടന്നു വാ, ഓ കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു, ഓ യേശു നിന്നെ വിളിക്കുന്നു. ലോകബന്ധം കൈവെടിയും ദ്രോഹിച്ചു നിന്നെ പുറന്തള്ളും. ഓ ഭാവനൻ സ്നേഹത്തോടെ, സ്നേഹത്തോടെ അരികിലുണ്ട്, അരികിലുണ്ട്. ഓ കടന്നു വാ, കടന്നു വാ, ഓ കടന്നു വാ, ഓ കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നു വാ, ഓ കടന്നു വാ. യേശുവേ കടന്നു. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ, ഓ കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ, ഓ കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ, യേശു നിന്നെ വിളിക്കുന്നു, വിളിക്കുന്നു. ഇന്ന് ആ ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവേ, ഇന്ന് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഞാനൊന്നും കണ്ടിട്ടല്ല കർത്താവിനെ സ്തുതിക്കുന്നത്. ഞാൻ പലതും നേടിയെടുക്കാമെന്നുള്ള ഒത്തിരി ഇതുകൊണ്ടൊന്നും അല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് ചെയ്തത് ഓർക്കുമ്പോൾ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരൂപിക്കാത്തത്, ഞാൻ ചിന്തിക്കാത്ത പല കാര്യങ്ങൾ, ഞാൻ ചോദിക്കാത്ത പലതും കർത്താവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നു. ഇതിനൊന്നും ഞാനൊരു യോഗ്യതയുമില്ല എനിക്ക് പറയുവാൻ. പക്ഷെ ഇതെല്ലാം എനിക്ക് തന്നത് അങ്ങാണ്. ഇന്ന് പകലിൽ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്നതെല്ലാം അത് കർത്താവ് എനിക്ക് നൽകിയതാണ്. ഞാനൊന്നും നേടിയതല്ല, ഞാനൊന്നും നേടിയെടുത്തതല്ല. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമെന്ന് ഇന്ന് പകലിൽ എത്ര പേര് അത് വിശ്വസിക്കും? യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കും ആ ഉറപ്പോടെ, കർത്താവേ, ഒന്നും ഞാൻ കൊണ്ടുവന്നതല്ല, ഒന്നും ഞാൻ നേടിയെടുത്തതല്ല, ഇതെല്ലാം അവിടുത്തെ കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാ. ഒരു നാളും നീ, ഒരു നാൾ
നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. ഒരു നാളും നീ കരുതുന്നു കൺമണി. ഇന്ന് പകലിൽ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഒരു നാളും എന്നെ പിരിയാതെ എന്നെ കർത്താവ് കരുതുവെന്ന്. നിങ്ങളുടെ മുൻപിൽ സാഹചര്യം വളരെ മോശമായിരിക്കാം, പക്ഷെ ഇന്ന് പകലിൽ ഞാൻ മരുഭൂയാത്രയിൽ ഇങ്ങനെ നീണ്ട യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അധിക നാളൊന്നും കാണത്തൊന്നുമില്ല, പക്ഷെ ഉള്ള സമയങ്ങളിൽ കർത്താവെ അങ്ങ് എന്നെ കരുതണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവെ, ആവശ്യങ്ങളിൽ ഒത്തിരി മുഖത്താണ് ഞാൻ നിൽക്കുന്നത്. കർത്താവെ, ഈ ലോകത്തിലുള്ള കൈകളെല്ലാം താണുപോയി നിൽക്കുമ്പോൾ അപ്പ അങ്ങിൽ മാത്രം ഞാൻ ആശ്രയം വെക്കുന്നുണ്ട്. മരുഭൂമിയിൽ തളരാതെ ഞാൻ യാത്ര ചെയ്യുവാൻ കർത്താവെ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരോ എൻ്റെ സഹോദരങ്ങളോ കുടുംബമോ ആരും ഉണ്ടായിട്ട് കാര്യമില്ല. കർത്താവ്, അവിടുത്തെ സാന്നിധ്യം മാത്രം വേണം. ലോകത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയെടുത്തെന്ന് പറഞ്ഞാലും ഇതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകേണ്ടതാണ്. പക്ഷെ ഇന്ന് ഈ പാടിയതുപോലെ കർത്താവെ, അവിടുത്തെ കൃപ അന്ത്യത്തോളം എനിക്ക് വേണം. ഇന്ന് പകലിൽ എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? ഈ ഉപവാസത്തിന്റെ 16ാമത്തെ ദിവസം കർത്താവെ, അവിടുത്തെ കൃപയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഈ വർഷത്തിന്റെ അവസാനം വരെ കൊണ്ടെത്തുവാൻ ദൈവം സഹായിച്ചെങ്കിൽ ഇനിയും നടത്തുവാൻ, കർത്താവിന്റെ വരവോളം നമ്മളെ നടത്തുവാൻ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു. ഇന്നു മന്നിതിൽ സിയോൻ യാത്രയിൽ എന്നും ഖിന്നത മാത്രം. ഇന്നു മന്നിതിൽ സിയോൻ എന്നും ഖിന്നത മാത്രം. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ? അങ്ങു തീരും വേദന. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ? അങ്ങു തീരും വേദന. നല്ല നാഥനേ, നല്ല വേല ചെയ്യും അന്ത്യം വരെ. നല്ല നാഥനെ, നല്ല നാഥനെ, നിനക്കായി ഞാൻ വേല ചെയ്യും അന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിധേ വരാ. വിശ്രമവും അല്ലൽ തീർന്നു നിൻ സവിധേ വരാ. ഇല്ല പാരിൽ വിശ്രം. ചേർന്നു പാടാം. സ്വർഗനാട്ടിൽ പ്രിയൻ ഓ സ്വന്ത വീട്ടിൽ ചേർന്നിടുവാ. സ്വർഗനാട്ടിൽ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ. മമ കാതനെ
മമകാദരേ മമകാദരേ ഒന്നു അപ്പ എനിക്കൊന്ന് കാണണം യേശുവേ. അവിടുത്തെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയണം. ഇന്ന് പകലിൽ ആ ഒരു പ്രാർത്ഥനയോടെ മമകാദരേ മമകാദരേ ഒന്നു കാണുവാൻ മനം കാറ്റു പാർത്തിടും മരുഭൂമിയിൽ മരുഭൂമിയിൽ തളരാ ഓ മരുവുന്നു നിൻ കൃപയാ മരുഭൂമിയിൽ മരുഭൂമിയിൽ തളരാ ചേർന്ന് ഓ മരുവുന്നു ഒരു നാളും നീ ഒരു നാളും നീ പിരിയാതെന്നെ വരുതും കൺമണി ഒരു നാളും നീ ഒരു നാളും നീ പിരിയാതെന്നെ വരുതും കൺമണി ഒരു നാളും നീ ഒരു ഉറപ്പ് ഇത് പകലിലൊന്ന് ചേർന്ന് പറഞ്ഞാൽ അങ്ങനെ കരുതുന്ന കർത്താവാണ്. കരുതുന്നു കൺമണി ഒരു നാളും നീ ഒരു ഹല്ലേലൂയ കരുതുന്നു ചേർന്ന് വിളിക്കാം നല്ല നാഥനെ നല്ല നാഥനെ നിനക്കായി ഓ വേല ചെയ്യും എന്റെ തീരുമാനമാണ് കർത്താവേ. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും ഒരു നാളും നീ അല്ലൽ തീർന്നു നിൻ സവിധേ വരാനില്ല പാരിൽ അങ്ങ് തിരിയാതെ ഹല്ലേലൂയ ഓ അല്ലൽ തീർന്നു നിൻ സവിധേ വരാനില്ല പാരിൽ വിശ്രമാകും സ്വർഗനാട്ടിൽ സ്വർഗനാട്ടിലൻ പ്രിയൻ ഓ സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ സ്വർഗനാട്ടിലൻ പ്രിയൻ ഓ സ്വന്ത വീട്ടിൽ മമകാദരേ മമകാദരേ ഒന്നു കാണുവാൻ മനം കാറ്റു പാർത്തിടും മമകാദരേ മമകാദരേ ഒന്നു കാണുവാൻ മനം കാറ്റു പാർത്തിടും മമകാദരേ മമകാദരേ ഒന്നു കാണുവാൻ മനം കാറ്റു ഓ മമകാദരേ ഒന്നു കാണുവാൻ ഇന്നു പകലിൽ എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, എന്റെ വേദനകളിൽ പ്രതിസന്ധികളെ കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ എന്നും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളെയും കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ എല്ലാം നടുവിൽ അവിടുത്തെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയണം. കർത്താവേ, വേദനകളിൽ തളർന്നു വചനം ഇങ്ങനെ പറയുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്ക. എന്താണ് പറയുന്നത്? എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, അപ്പോൾ തന്നെ നിന്റെ മേലോ യഹോവ ഉദിക്കും,
നിന്റെ ചുറ്റുപാടുള്ള സകലതും എല്ലാം അന്ധകാരത്താൽ നിറഞ്ഞു നിൽക്കട്ടെ, പക്ഷെങ്കിൽ വചനം പറയുന്നു എന്റെ മേൽ യഹോവ ഉദിക്കും. ഇന്ന് പകലിൽ അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ മേൽ യഹോവ ഉദിക്കും. ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ മേൽ യഹോവ ഉദിക്കും, അവന്റെ തേജസ് എന്റെ മേൽ പ്രത്യക്ഷമാകും. ഇന്ന് പകലിൽ അങ്ങനെ വിശ്വസിക്കാം. എത്ര പ്രതിസന്ധി എന്റെ നടുവിൽ നിന്നാലും അതിന്റെ നടുവിൽ ഞാൻ വിളിച്ചു പറയും, യഹോവ എന്റെ മേൽ ഉദിക്കും, യേശുവിന്റെ നാമത്തിൽ. ഇരുൾ തിങ്ങിടും പാതകളിൽ, കാരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാ, അരികിൽ കൃപകൾ ആരുമില്ലിതുപോ ഒരുവൻ അരികിൽ വരുവാ, അരികിൽ കൃപകൾ. അതാ കേട്ടോ, നമ്മളിപ്പോൾ വായിച്ചത് ഇതാണ്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ, ഇരുൾ നിറഞ്ഞ പാതകളിൽ, കരൾ വിങ്ങുന്ന നേരങ്ങളിൽ എനിക്ക് വേണ്ടി നിത്യപ്രകാശമായി എന്നിൽ ഉദിക്കുവാൻ ഞാൻ കണ്ട വഴിയല്ല, അവൻ എന്നെ തേടി വന്നവനാണ്. സർവശക്തനായ കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ, എന്റെ സഭയിൽ ഒന്നും നടക്കുന്നില്ലെന്ന് നീ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഭാരങ്ങളുടെ നടുവിൽ തളർന്നു പോകാനല്ല. ഒരു പക്ഷെങ്കിൽ സാത്താൻ പിശാച് ആഗ്രഹിക്കുന്നത് അതാണ്, ഞാൻ തളർന്ന് ക്ഷീണിച്ചു പോകണം. പക്ഷെ ഇന്ന് പകലിൽ അതിനെ നോക്കി വിളിച്ചു പറയണം, എന്റെ മേൽ പ്രതിസന്ധികളും ഇരുൾ നിറഞ്ഞ പാതകൾ കടന്നു വരുമ്പോൾ അതിൽ തകർന്നു പോകാനല്ല, മറിച്ച് യഹോവയുടെ തേജസ് എന്റെ മേൽ ഉദിക്കും. അത് വചനത്തിൽ പറഞ്ഞെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് പ്രത്യാശയോട് ഉറപ്പോടെ എന്ന് പറയാം, എന്റെ സങ്കേതവും ബലവും മനുഷ്യരിലല്ല, രാജാക്കന്മാരിലല്ല, മറിച്ച് അത് കർത്താവിലാണ്. ആ ഒരു ഉറപ്പോടെ, ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് ചേർന്ന് പാടാം, എന്റെ സങ്കേതവും ബലവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സങ്കേതവും ബലവും, ഏറ്റവും അടുത്ത തുണയും, ഏറ്റവും തുണയും. അത് അനുഭവിച്ചൊന്ന് പറഞ്ഞാൽ, എന്റെ സങ്കേതം, എന്റെ സങ്കേതവും ബലവും, ഏറ്റവും തുണ. ഏതൊരാപത്തിലും ഏതുമേ എനിക്കെന്നുമെന്തേ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പറഞ്ഞാട്ട്, ഓ ഏതോരാപത്തിലും ഏതുമേരത്തിലും എനിക്കെന്നുമെൻ ദൈവം. ഇരുൾ തിങ്ങിടും പാതകളിൽ, ഇരുൾ തിങ്ങിടും, കരൾ വിങ്ങിടും വേളകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, ഓ ഇരുൾ തിങ്ങിടും, കരൾ വിങ്ങിടും, ഓ കരൾ വിങ്ങിടും വേളകളിൽ എന്റെ അരികിൽ വരുവാൻ, അരികിൽ ഓ കൃപകൾ, ഓ ആരുമില്ലിതുപോൽ. എത്ര പേരത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? എന്റെ അരികിൽ വരുവാൻ, എനിക്ക് വേണ്ടുന്ന കൃപകൾ പകരുവാൻ. കർത്താവ് ലോകത്തിലെ ഒരു മനുഷ്യരെ കാണാതിരിക്കുമ്പോൾ അങ്ങനെ കരുതിയതിനായി അങ്ങ് ഞാൻ സ്തുതിക്കുന്ന കർത്താവേ. എല്ലാ ഭാരങ്ങളും ചുമക്കും, എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ, എന്നും താങ്ങി. എല്ലാ ഭാരങ്ങളും, എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ, എന്നും താങ്ങി
എന്റെ ഭാരങ്ങളുടെ നടുവിൽ കർത്തൻ ചേർന്ന് പറയാം, ഇത്ര നല്ലവനാ, ഇത്ര നല്ലവനാ പ്രിയനേ. ഇത്രയിൽ രുചിച്ചറിയുക, ഇത്രയിൽ ഇത്ര നല്ലവനാ, ഇത്രയിൽ ഇടയായതിനാൽ ഇടയാൻ ഓടുവിൽ വരെയും ഇനി എനിക്കെന്നും മതി. ഇടയായതിനാൽ ഇടയാൻ യേശുവേ ഒടുവിൽ ഇത്ര നല്ലവനാ. ചേർന്ന് പാടിയാലും ഇത്ര നല്ലവനാ. അതിനർത്ഥം മനസ്സിലാക്കിയൊന്നു ഇത്ര നല്ലവനാ. ഇന്ന് പകലിൽ അത് അനുഭവിച്ചറിയുന്നവർ ഹൃദയം നിറഞ്ഞൊന്ന് പറഞ്ഞാണ് അതെന്റെ ഭാഗ്യമാണ്. ഇനി എനിക്കെന്നും ഒരിക്കൽ കൂടി ചേർന്ന് പറയാം, ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്ര നല്ലവനാ പ്രിയൻ. ഇത്രയിൽ രുചിച്ചറിവാൻ, ഇത്രയിൽ ഇത്ര നല്ലവനാ, ഇത്ര നല്ലവനാ പ്രിയൻ. ഓ ഒടുവിൽ ഇനി എനിക്കെന്നും നമുക്ക് എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്, ഇത്ര നല്ലവനായ ഒരു കർത്താവാണ് എൻ്റെ ദൈവമെന്ന്. കാരണം നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും കർത്താവ് അറിയുന്നുണ്ട്. ചെറിയ ആവശ്യങ്ങൾ പോലും കർത്താവ് അറിയും. നമ്മൾ വചനം പറയുന്നത്, എൻ്റെ തലയിൽ ഒരു മുടി താഴെ പോയാൽ ആരറിയുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില സമയത്ത്, ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാമല്ലോ, മുടി ചെയ്യാൻ തന്നെ ചിലപ്പോൾ മുടിയൊക്കെ പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പം വീട്ടിലാണെങ്കിൽ മമ്മിയൊക്കെ മുടിയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെ ചിലരൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ മുടി, അപ്പം ചിലർ പറയോ മുടിയൊക്കെ പോയി തുടങ്ങി, പ്രായമായി തുടങ്ങി. അപ്പം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തലയിലെ ഒരു മുടി താഴെ പോയാൽ ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മുടി കൊഴിഞ്ഞു പോയി, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, മുടി എൻ്റെയാണ് മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നത്. ഇപ്പം മുടി കഴിഞ്ഞു പോയി, മുടി വേറെ സംഭവം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ മുടി കൊഴിഞ്ഞു പോകുമ്പോൾ, ചീകുമ്പോൾ മുടി പോകുന്നതിൻ്റെ കാര്യമല്ല അതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നത്. അത്രയും പോലും നിസ്സാരമായ ചെറിയ കാര്യങ്ങൾ വരെ എൻ്റെ കർത്താവ് അറിയുന്നുണ്ടെന്നാണ്. അല്ലാതെ മുടി കൊഴിഞ്ഞു പോകുന്നതും പ്രായമാകുന്നതിൻ്റെ കാര്യമല്ല.
വചനം പറയുന്ന ആര് നിന്നെ കൈവിട്ടാലും, ആര് നിന്നെ മറന്നാലും നരയോളം ഞാൻ നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞൊരു കർത്താവ്. അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരിക്കലും മറക്കത്തില്ല. മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ കൈവിടത്തില്ല. അതാ നമ്മൾ പാടിയത്, ഇത്ര നല്ലവനാ പ്രിയൻ, ഇത്ര നല്ലവനാ പ്രിയൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഇത്രയും നാൾ, ഇത്രയും വർഷം നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്ര നല്ലതെന്ന് പറയാൻ? ഒരു കുറവെങ്കിലും കാണും അവരുടെ ജീവിതത്തിൽ. പക്ഷെ ഇത്ര നല്ലവൻ, ഇത്ര നല്ലവൻ എൻ്റെ ജീവിത അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റും. ഇത്ര നല്ലവനായ പ്രിയനെ എനിക്ക് രുചിച്ചറിയാൻ പറ്റിയെങ്കിൽ ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല. പറയുന്നത് പോലെ എൻ്റെ ദൈവം ഒരു കല്ലോ, ഒരു മരമോ, കാറ്റോ, കോളോ, സൂര്യനോ, ചന്ദ്രനോ ഇതൊന്നുമല്ല എൻ്റെ ദൈവം. മറിച്ച് ഇതിനെയെല്ലാം ഉളവാക്കിയവനാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഞാൻ കരഞ്ഞാൽ എൻ്റെ കണ്ണീരൊപ്പും, ഞാനൊന്ന് മനസ്സ് വേദനിച്ചാൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. നീ തീയിൽ കൂടി നടന്നാലും വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. വെള്ളത്തിൽ കൂടി നടന്നാൽ അത് കവിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയുണ്ട്? പക്ഷെ വചനം പറയുന്നത് പോലെ നീ തീയിൽ കൂടി നടന്നാലും വെന്തു പോകത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, നദി നിന്റെ മേൽ കവിയുകയില്ല. വചനം ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല, ഇതെല്ലാം വചനം നമ്മളോട് പറയുന്നതാണ്. നമുക്കറിയാം, ഈ ആണ്ട് അവസാനിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു വാക്യം കിട്ടും അല്ലേ, ഈ ആണ്ട് അവസാനത്തിൽ. പക്ഷെ ഞാൻ പറയുന്നു, എനിക്ക് തരുന്നത് ആ ഒരു വാക്യം മാത്രമല്ല, ഈ വചനം മൊത്തം ദൈവം എനിക്ക് തരുക. ഇത് നിന്നോടുള്ള ദൂതാണ്, നിന്നോടുള്ള വാക്തത്വമാണ്. ഇന്ന് പകലിൽ അത് എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, ഈ ഒരു സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, ഇത്ര നല്ലവനാണ് എൻ്റെ ദൈവം, ഇത്ര നല്ലവനാണ്. സഹോദരങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ, ബന്ധുക്കളും മാറ്റി നിർത്തിയപ്പോൾ, എന്തിനേറെ നമ്മൾ പറഞ്ഞ പോലെ ഹൃദയത്തിലെ ചെറിയ വേദനകൾ പോലും കർത്താവേ, അതങ്ങനെ നടന്നല്ലോ, അങ്ങനെ സംഭവിച്ചല്ലോ, നാളെ എന്തായി തീരും, നാളത്തെ കാര്യം എങ്ങനെ ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒരു ചെറിയ വേദനകൾ പോലും, എൻ്റെ ഞരക്കം പോലും എൻ്റെ കർത്താവ് അറിയുന്നുണ്ട്. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇന്ന് പകലിൽ അങ്ങനൊന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഒന്ന് ഉറപ്പോടെ പറ, ഇന്നെൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഒരിക്കൽ കൂടെ ആ വരി ഒന്ന് പാടിയതിനു ശേഷം കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്തരയിൽ എന്റെ യേശു കർത്താവിനെ, ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാ ഒടുവിൽ ഇനി എനിക്കെന്നും ഇടയായതിനാൽ ഒടുവിൽ ഇനി എനിക്കെന്നും മതിയ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും എത്ര പേർക്ക് ആ ഒരു വിശ്വാസമുണ്ട്? ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് നമ്മളെല്ലാവരും വിളിക്കുന്ന വിശ്വാസികൾ എന്നാണ്. പക്ഷെങ്കിൽ പലപ്പോഴും ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുമ്പിൽ കടന്നു വരുമ്പോൾ ഈ വിശ്വാസമൊക്കെ എതിലേ പോയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരിക്കും ഞാനും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ ചെറിയൊരു ആവശ്യവും ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ മനസ്സൊക്കെ അങ്ങ് വ്യാകുലപ്പെടാറുണ്ട്.
അപ്പം പക്ഷെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തിരിഞ്ഞ് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ ഒരു മാസം തന്നെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആവശ്യങ്ങളുടെ മുഖത്താണ് ഞാൻ നിന്നത്, ഒത്തിരി ആവശ്യങ്ങൾ. പക്ഷെങ്കിൽ ഞാൻ കഴിഞ്ഞ മാസമേ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഈ മാസത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് ഓരോന്നിങ്ങനെ കണക്ക് കൂട്ടി. പക്ഷെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് ചിന്തിക്കുന്നതിന് മുന്നമേ ദൈവം പറയും, ദൈവം ഓർക്ക്, ഞാൻ ഇവന് വേണ്ടി കരുതി വെച്ചേക്കുക, പിന്നെ ഇവൻ എന്തിനാ കടന്ന് വ്യാകുലപ്പെടുന്നത്, ഇവൻ എന്തിനാ എൻ്റെ അടുക്ക് ഇങ്ങനെ വ്യാകുലപ്പെടുന്നത്? കാരണം നമ്മുടെ ഒരു ചെറുവിരൽ കർത്താവിന് വേണ്ടി അണിക്കാലുണ്ടല്ലോ, ദൈവം അതിന്റെ പ്രതിഫലം കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ഞാൻ എന്നും മുന്നേറും. വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ഞാൻ എന്നും മുന്നേറും. വിശ്വാസത്താൽ ഞാൻ എല്ലാം ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ്. ഇന്ന് പകലിൽ ആ ഉറപ്പോട്, ഒട്ടും അസാധ്യമായ ഒന്നും എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് ചെയ്യത്തില്ല, എല്ലാം ജയത്തിനായിട്ടാണ് കർത്താവ് ഇന്ന് അനുഭവിക്കുന്ന ശോധനകളും പ്രതിസന്ധികളും എല്ലാം നാളത്തെ എൻ്റെ ജയമാണെന്നുള്ള ഒരു വിശ്വാസത്തോടെ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും യഥാസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളെയൊക്കെ ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. ഹല്ലേലൂയ. ചേർന്ന കരങ്ങളെയൊക്കെ അടിച്ച് സന്തോഷത്തോടെ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്നുള്ള ആ ഉറപ്പോടെ വിശ്വാസത്തോടെ നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്ത് ഉറപ്പോടെ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായി, ഒന്നും അസാധ്യമായില്ല എൻ്റെ മുമ്പിൽ, ഇനി ജയം. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ. ചേർന്നൊന്ന് പറഞ്ഞേ, ആരെല്ലാം എതിർത്താലും എന്തെല്ലാം അധികാരത്തോടെ കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായി, ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം. അനന്തമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ യേശുവിന്റെ നാമത്തിൽ. അനന്തമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഉറപ്പോടെന്ന് പറഞ്ഞാട്ട്. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാനൊട്ടും പിന്മാറുകില്ല, ഒട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല. ഇനി ആരെല്ലാം എതിർത്താലും എന്തെല്ലാം പിന്മാറുകില്ല. ഇനി രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്യ ശക്തിയുടെ ശാപബന്ധനത്തിൽ ജയം എനി ആ ഉറപ്പ്. ഹല്ലേലൂയ. സാത്താന്യ ശക്തിയിൽ ശാപബന്ധനത്തിൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട്
മുന്നോട്ട് അവൻ ഞാനൊട്ടും വിശ്വാസ ചുവടുകൾ നോട്ടു മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും മാറുകില്ല ഞാൻ. ആകുല ചിന്തയാ നിറയുകില്ല ഭാരങ്ങൾ ഓർത്തിനി. ആകുല ചിന്തയാൽ നിറയുകില്ല ഭാരങ്ങൾ ഓർത്തിനി. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടിൽ. ഹല്ലേലൂയ. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കൽ. വിശ്വാസത്തോടെ ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ യേശുവിന്റെ നാമത്തിൽ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം പിന്മാറും. ചേർന്ന് പറയാം വിശ്വാസത്താൽ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താലെല്ലാം വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ നിശ്ചയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ നിശ്ചയം എനിക്കും. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ടു മുൻ. ചേർന്ന് പറഞ്ഞാട്ടെ. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ടു മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം അവൻ പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം പിന്മാറുകില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. പ്രതികൂലങ്ങൾ മാറും യേശുവിന്റെ നാമത്തിൽ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. പ്രതികൂലങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞ അധികാരത്തോടെ പ്രതികൂലങ്ങൾ അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ നിശ്ചയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ നിശ്ചയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല. തോൽവി വരുമെന്നു ഞാൻ. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല. തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടി. ഞാനൊട്ടോ വിശ്വാസ ചുവടുകൾ മുന്നോട്ട്. യേശുവിന്റെ നാമത്തിൽ ഞാനൊട്ടോ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറും. അധികാരത്തോടെ പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ. അധികാരത്തോടെ പ്രതികൂലങ്ങൾ ഒരിക്കൽ കൂടി ചേർന്ന അധികാരത്തോടെ അധികാരത്തോടെ പ്രതികൂലങ്ങൾ മാറിപ്പോ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ നിശ്ചയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ നിശ്ചയം എനിക്ക്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ നിശ്ചയം എനിക്കുണ്ട്.
അസാധ്യമായി എന്റെ മുമ്പിൽ ഇനിയും എനിക്കും ഒന്നും അസാധ്യമായി എന്റെ മുമ്പിൽ ഇനിയും ഒന്നും അസാധ്യമായി എന്റെ മുമ്പിൽ എനിക്കും അധികാരത്തോടെ അധികാരത്തോടെ കൽപ്പിക്കും ഞാൻ യേശുവിന്റെ നാമത്തിൽ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. അധികാരത്തോടെ ഇനി പകലിൽ അധികാരത്തോടെ കൽപ്പിച്ചാണ് എന്റെ മുൻപിലുള്ള പ്രതികൂലങ്ങൾ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ. ആരാധനയുടെ മുൻപിൽ അഴിയാത്ത യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുമ്പോൾ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ ബന്ധനങ്ങളും മാറട്ടെ, എല്ലാ കെട്ടുകളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അവിടുത്തെ സാന്നിധ്യത്തിനായി ഇന്ന് പകലിൽ ആ ഒരു അധികാരത്തോടെ, ആ ഒരു ഉറപ്പോടെ, ആ ഒരു വിശ്വാസത്തോടെ ഇന്ന് ചിലതിനെയൊക്കെ നോക്കി അധികാരത്തോടെ വിളിച്ചു വരാൻ മാറിപ്പോകാം യേശുവിന്റെ നാമത്തിൽ. അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ, ആ ഒരു അധികാരത്തോടെ എന്റെ മുൻപിലുള്ള പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ എല്ലാ മണ്ഡലങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. അഴിയാത്തത് അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പാ. രമന ബല 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 ശബ്ദരാധികന ബല. റിമന ബല 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 ശേരാന്തര കബബബ. റിമന ബല ബല ശബ്ദരാധികന ബല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ യേശുവേ. റബന ബല 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 ശബ്ദരാധികന ബല. റബശേരാന്തര കബബബബബബബബ. അഴിയാത്തത് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, മാറിപ്പോകാത്തത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അങ്ങ് തന്ന അധികാരത്തിൽ ഇന്ന് പകലിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മാറിപ്പോകട്ടെ സകലതും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ. ഇന്ന് എനിക്കെതിരായി നിൽക്കുന്ന പ്രതികൂലങ്ങളെ നോക്കി യേശുവെന്ന നാമമെന്നുള്ള അധികാരത്തോടെ, യേശുവെന്ന നാമമെന്നുള്ള അധികാരത്തോടെ അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുമ്പോൾ മാറിപ്പോകട്ടെ. വ്യക്തിപരമായി എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ, എന്റെ സഭയിൽ അധികാരത്തോടെ ഞാൻ കൽപ്പിക്കും. അങ്ങ് തന്ന അധികാരത്തോടെ ഞാൻ കൽപ്പിക്കും. ആ അധികാരം അനുഭവിച്ചറിയുന്നവർ യേശുവെന്ന നാമം, യേശുവെന്ന നാമം ഇന്ന് പകലിൽ കെട്ടപ്പെട്ടതെല്ലാം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ.
അധികാരം, അധികാരം, അധികാരമുള്ള നാമം യേശുവിന്റെ നാമം, യേശുവെന്ന നാമം, യേശുവെന്ന നാമം, യേശുവെന്ന നാമം. ഓ റഖബബബബബബബ ശരദ റഖബബബബബബ റിഖബല ശരദ റഖബബബബബ. എന്നും എന്നെ മറക്കണേ, നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. ചേർന്ന് പറഞ്ഞ യേശു, യേശുവിൽ എന്നും എന്നെ, എന്നും എന്നെ മറക്കണേ, നിൻ ശക്തിയാ. ഇന്ന് പകലിൽ എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? എന്നെ നിറയ്ക്കണേ. അക്കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് പറയുമോ? സമുദ്രങ്ങൾ എന്റെ നേരെ ഉയർന്നാലും, നാടം വീടും പെരുവെള്ളത്തിൻ മീതെ, എൻ പിതാവാം ദൈവം വാഴുന്നതാ, ഭയമില്ല എനിക്കും നീനും, ഭയമില്ല എനിക്കും. സമുദ്രങ്ങൾ എൻ്റെ നേരെ, സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും, നാടം വീടും പെരുവെള്ളത്തിൻ മീതെ, എൻ പിതാവാം ദൈവം ഓ ഭയമില്ല എനിക്കൊന്നിനും, ഭയമില്ല എനിക്കൊന്നിനും. ഓ ഭയമില്ല എനിക്കൊന്നിനും, ഭയമില്ല. ഇന്ന് എത്ര പേര് ആ ഒരു ഉറപ്പോടെ ധൈര്യത്തോടാണ് പറയുന്നത് എനിക്ക് ഭയമില്ലെന്ന്? എത്ര പേർക്ക് പറയാൻ പറ്റും? സംഹാരകൻ കടന്നു പോകുന്ന സമയത്ത്, സംഹാരകൻ കടന്നു പോകുന്ന സമയത്ത് കുഞ്ഞാടിന്റെ രക്തം തളിച്ച ഭവനങ്ങളെ ഒറ്റൊരെണ്ണത്തെ പോലും സംഹാരകൻ തൊട്ടില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സംഹാരകൻ കടന്നു പോകുമ്പോൾ, ഇസ്രായേലെ നിന്നെ എന്തുകൊണ്ട് തൊട്ടില്ല? ഇസ്രായേലെ നിന്നെ എന്തുകൊണ്ട് തൊട്ടില്ല? നിന്റെ കഴിവാണോ? നിന്റെ മിടുക്കാണോ? നിന്റെ പ്രാപ്തിയാണോ? ഇസ്രായേൽ പറയും അല്ല കേട്ടോ, അല്ല 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 അല്ല. കുഞ്ഞാടിന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം. ഇന്ന് പകലിൽ ഒന്ന് ചേർന്ന് പറഞ്ഞേ, കുഞ്ഞാടിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. അപ്പൊ അവിടുത്തെ രക്തത്താൽ എന്നെ മറക്കണമെന്നാ ഞാൻ പറഞ്ഞേ. ഓ യേശുവിൽ എന്നും എന്നെ, എന്നും എന്നെ മറയ്ക്കണേ. അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം. നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. ഓ എന്നെ നിറയ്ക്കണേ. ഇന്ന് പകലിൽ എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? യേശുവിൽ, യേശുവിൽ എന്നും എന്നെ നിറയ്ക്കണം, എന്നും എന്നെ മറയ്ക്കണേ. നിൻ ശക്തിയാ, നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ, എന്നെ നിറയ്ക്കണേ.
പാലിക്കണേ. അക്കരങ്ങളെല്ലാം ഉയർന്നിൽക്കട്ടെ. സമുദ്രങ്ങളെന്റെ നേരെ ഉയർന്നാലും നാടം വീടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം എന്റെ ദൈവം വാഴുന്നവനായ കർത്താവാണ്. ഓ ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല എനിക്ക്. സമുദ്രങ്ങൾ എൻ്റെ നേരെ, സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും ഓ നാടം വീടും പേരും വെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല ഇനിയൊന്നിലും, ഭയമില്ല ഉറപ്പോടെ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ചേർന്ന് പാടാ. സമുദ്രങ്ങൾ ഓ ഉയർന്നാലും നാടം വീടും ഓ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, എനിക്കൊന്നിലും. ഓ സമുദ്രങ്ങളെന്റെ നാടം വീടും, നാടം വീടും എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല. ഓ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്ന് മുറ്റും വീടക്കം നന്ദി തള്ളിയിടുമ്പോ, ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്ന് മുറ്റും വീടക്കം നന്ദി തള്ളിയിടുമ്പോ, ഓ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഓടുവിൻ പക്ഷത്തു ചേർത്തിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഓടുവിൻ പക്ഷത്തു ചേർത്തിടുമേ. ഹല്ലേലൂയ. അക്കരങ്ങളെല്ലാം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ചേർന്ന് പറഞ്ഞതുപോലെ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്ന് എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ പറ്റിച്ചേർന്ന് എന്നെ നിർത്തുവാൻ ലോകത്തിൽ ആരുമില്ലെങ്കിലും എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ ആശ്രയിക്കുന്ന മനുഷ്യന്റെ ബലത്തിലല്ല, ഞാൻ ആശ്രയിക്കുന്ന മനുഷ്യരുടെ വാക്കിലല്ല, മറിച്ച് എന്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം, കർത്താവേ ആരെല്ലാം മാറിപ്പോയാലും എന്നെ ചേർത്ത് നിർത്താമെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. ആരെല്ലാം വാക്കു മാറ്റി പറഞ്ഞാലും, മനുഷ്യൻ വാക്കു മാറ്റും, ഉറപ്പാണ്, മനുഷ്യൻ വാക്കു മാറ്റിയിരിക്കും. പക്ഷെ ആര് വാക്കു മാറ്റിയാലും ദൈവം പറയുന്നു ഞാൻ മാറ്റത്തില്ല, ഞാൻ മാറ്റത്തില്ല. കാരണം വാക്കു മാറ്റാൻ ദൈവം മനുഷ്യനല്ല. എന്നെ നിർമ്മിച്ച, എന്നെ നിന്നെ നിർമ്മിച്ച സൃഷ്ടാവ് പറഞ്ഞിരിക്കുന്നു, നിന്നോട് പറഞ്ഞ വാക്തത്വങ്ങൾ ഒന്നുപോലും മാറത്തില്ല. ആര് മാറിയാലും, ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിന്റെ വചനങ്ങൾ എന്നും എന്നും നിലനിൽക്കും. അങ്ങനെയെങ്കിൽ ഉറപ്പോടൊന്ന് പറയാമോ, ഉറ്റവർ മാറട്ടെ, സ്നേഹിതർ മാറട്ടെ, പക്ഷം ചേർന്ന് നിന്ന് എന്നെ കുറ്റപ്പെടുത്തിയോട്ടെ, പക്ഷെ അവിടെയും എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. അവിടെ എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്.
ചിലരെ കണ്ടിട്ടില്ലേ, തകർന്ന് തരിപ്പണമായെന്ന് ലോകം പറഞ്ഞപ്പോഴും അതിന് മുൻപിൽ നേരോടെ മുമ്പിൽ വന്ന് നിർത്താൻ ദൈവം നടത്തുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെല്ലാം ചേർത്തടിച്ച് നമ്മൾ ചേർന്ന് പാടാൻ പോകുന്നു. സ്നേഹിതരെല്ലാം കൈവിട്ടാലും നമ്മളെ ചേർക്കുന്ന ഒരു കർത്താവുണ്ട്. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളെല്ലാം ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്തിയാട്ടെ യേശുവിന്റെ നാമത്തിൽ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേ യേശുവിൻ പാത നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേ യേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാനെന്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാനെന്റെ ഏകനാഥനെ. ലോകമെനിക്കു വേണ്ട, ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേ യേശുവിൻ പാത നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേ യേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥൻ. ഉറ്റവ സ്നേഹിതർ, ഉറ്റവ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്ന് മുറ്റും പിടക്കം എണ്ണി തള്ളിടുമ്പോൾ. ഓ ഉറ്റവ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്ന് മുറ്റും പിടക്കം എണ്ണി തള്ളിടുമ്പോൾ. ചേർന്നവർ നിൽക്കുമേ, ഒടുവിലൻ പക്ഷത്തു ചേർത്തിടുമേ. ചേർന്നവൻ നിൽക്കുമേ, ഒടുവിലൻ പക്ഷത്തു ചേർത്തിടുമേ. പ്രാപഞ്ചികമാകും, പ്രാപഞ്ചികമാകും, പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ. ഓ പ്രാപഞ്ചികമാകും, പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ. പ്രാക്കൾ കണക്കെ പറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രാക്കൾ കണക്കെ പറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. ഒടുവിൽ ഞാനും നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവന്. പാടിടും, ഓ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേ. ഉറ്റവ സ്നേഹിതർ, ഉറ്റവ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്ന് മുറ്റും പിടക്കം എണ്ണി തള്ളിടുമ്പോൾ. ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്ന് മുറ്റും പിടക്കം എണ്ണി തള്ളിടുമ്പോൾ. പറ്റിച്ചേർന്നവൻ നിൽക്കുവേ, ഒടുവിലൻ പക്ഷത്തു ചേർത്തിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിലൻ പക്ഷത്തു ചേർത്തിടും. ഓ ലോകമെനിക്ക്, ലോകമെനിക്കു വേണ്ട, പോകണമേ യേശുവിൻ പാത നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേ യേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ലോകമെനിക്കു വേണ്ട, ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേ യേശുവിൻ പാത നോക്കി. ഓ ലോകമെനിക്കു വേണ്ട, പോകണമേ യേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ. ഏകുന്നു സമസ്തവും, ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കായി. ഓ ഏകുന്നു സമസ്തവും ഞാൻ, ഏകുന്നു സമസ്തം, ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ സ്തുതിപ്പാനോ. ഏകുന്നു സമസ്തവും ഞാൻ
സ്നേഹിതർ പക്ഷം തിരിഞ്ഞെന്നെ കുറ്റപ്പെടുത്തിയാലും എന്നെ മാർവോട് ചേർക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവുണ്ട്. എന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ലജ്ജിതനായി തീരുകയില്ല. ഞാൻ തകർന്നു പോകുകയില്ല. എന്നെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ കരുണയാണ്. ഇന്ന് പകലിൽ അത് അനുഭവിച്ചറിയുന്നവർ ഹല്ലേലൂയ മൗനമായി നിൽക്കാതെ വായ്കളെ തുറന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഓ റബല ബല 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 ശബ്ദരാധികന ബല ഓ റിബന ബല ബല ശേരാദര കബബ ബബ ഓ റിബന ബല 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 ശബ്ദരാധികന ബല യേശുവിന്റെ നാമത്തിൽ ഓ റബല ബല ബല റിബന ബല 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 ശബ്ദരാധികന ബല യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഓ റബല ബല ബല ശബ്ദരാധികന ബല റിബന ബല 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 ശബ്ദരാധികന ബല യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓ റബന ബല ബല ശബ്ദരാധികന ബല ഓ റബന ശേരാദരകന ബല ബല ബല. നമ്മൾ ചേർന്ന് പാടിയതുപോലെ ഉറ്റവർ സ്നേഹിതരായവർ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയമായിരിക്കും ആക്രമിച്ചു വരുന്നത്. പക്ഷെ അവിടെ എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം പലപ്പോഴും ഞാൻ അവിടെ അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ചിലര് തകരും, തരിപ്പണമാകും, ഇവിടെ നിന്നും മാറ്റപ്പെടും, ഇല്ലാതാകും എന്നുള്ള വാക്കുകൾ എൻ്റെ നേരെ തൊടുത്തു വിടുമ്പോഴും അവർക്കറിയത്തില്ലല്ലോ കർത്താവ് എന്നെ മറച്ചു നിർത്തിയേക്കുവാണെന്ന്, കർത്താവ് എന്നെ മാറ്റി നിർത്തിയേക്കുവാണെന്ന്. പലപ്പോഴും എന്നെ മുന്നിൽ കാണാത്തപ്പോൾ, പലപ്പോഴും പലരുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടാത്തപ്പോൾ പലരും ഓർക്കും തകർന്നുപോയി, ഇല്ലാതായിപ്പോയെന്ന് പറയും. പക്ഷേ എങ്കിൽ കർത്താവ് തന്നെ മറച്ചു വെച്ചേക്കാണ്. ഒരു നാൾ എൻ്റെ കർത്താവ് എന്നെ പുറത്ത് കൊണ്ടുവരും. ഒരു നാൾ എൻ്റെ കർത്താവ് എന്നെ മുൻപിൽ കൊണ്ടുവരും. പലരെയും ലജ്ജിതരാക്കുവാൻ, ഞാൻ ലജ്ജിതനായി തീരണമെന്ന് ആഗ്രഹിച്ച പലരുടെയും തല കുനിക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ നേരെ നിർത്തുന്ന ഒരു ദിവസമുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിന്മയിലേക്ക് പോയി. തിന്മയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അടുത്ത വചനമാണ്, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. എപ്പോഴാ വന്നത്? ബാലസിംഹം അലറി അടുത്തപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അടുത്ത വചനം പറയുന്നു, കയ്യിലൊന്നുമില്ലായിരുന്നു. കയ്യിൽ അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ചിലതൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒന്നും പറയാൻ കാണത്തില്ല. ചിലപ്പോൾ മൗനമായിരിക്കേണ്ട അവസ്ഥ വരും. പക്ഷെ അടുത്ത വചനം പറയുന്നു, കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻ കുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. അവൻ അതിനെ ഒരു ആട്ടിൻ കുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വരും. നിനക്ക് നേരെ അലറി വരുന്ന ബാലസിംഹങ്ങളെ നീ അവൻ നോക്കുമ്പോൾ നിന്റെ കയ്യിൽ ഒന്നും കാണത്തില്ല. പക്ഷെ നിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ ശക്തി നിന്റെ മേലുള്ളപ്പോൾ ഒരാട്ടും കുഞ്ഞിനെ കീറിക്കളയുന്നത് പോലുള്ള യേശുവിന്റെ നാമത്തിൽ അടുത്തത് പറയുവാണ്, താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞെന്നാണോ പറഞ്ഞില്ല. അവൻ അതൊക്കെ ചെറിയ കാര്യമാണ്. പിശാചേ, നീ ഓർക്കും മൗനമായി നിൽക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ലെന്ന്. നിന്നെ തകർക്കാൻ, നിന്നെ കീഴ്മേൽ മറിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേലുള്ളപ്പോൾ എനിക്കെതിരായി വരുന്ന വാക്കുകളാണേലും എനിക്കെതിരായി വരുന്ന പ്രവർത്തികളാണേലും അതിനെ നിഷ്ഫലമാക്കി കളവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. ഓ, നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. പറഞ്ഞേ, ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടയവൻ നിന്നവകാശിയാ.